ബീഫ് നിരോധനത്തിൽ വിശദമായ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ബീഫ് നിരോധനത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കേന്ദ്ര വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സംസ്ഥാന സർക്കാർ ഹർജിക്കാരുടെ ആവശ്യങ്ങളെ കോടതിയിൽ പിന്തുണച്ചു. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. സാലിം മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് നടത്തിയത്? വിശദാംശങ്ങൾ. കേന്ദ്ര ഉത്തരവ് സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള 3 ഹർജികളാണ് പരിഗണിച്ചത്. ഈ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഇന്ന് പകൽ മുഴുവൻ നീണ്ട വിശദമായ വാദം കേട്ടു എന്ന് പറയാം. ജീവിക്കാനും കച്ചവടം നടത്താനുമുള്ള അവകാശത്തെ ഹനിക്കുന്നതാണ് ഈ കേന്ദ്ര വിജ്ഞാപനമെന്നും ഹർജിക്കാർ ഈ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരുടെ വാദങ്ങളെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന സമീപനമാണ് കോടതി സ്വീകരിച്ചത്. കേന്ദ്ര നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഉത്തരവ് സ്റ്റേ ചെയ്യരുത് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ എതിർവാദത്തിൽ ആവശ്യപ്പെട്ടത്. അതിന് കാരണം പറഞ്ഞത് കശാപ്പ് നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കശാപ്പും വിൽപ്പനയും രണ്ടാണ് എന്നായിരുന്നു കേന്ദ്ര അഭിഭാഷകന്റെ വാദം. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട വാദത്തിനൊടുവിൽ ഹൈക്കോടതി പറഞ്ഞത് 3 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഹർജിയിൽ ഇടക്കാല ഉത്തരവ് വേണോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പൊതു താൽപര്യ ഹർജി കൂടി കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. അത് പരിഗണിച്ചപ്പോഴാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അത് പരിഗണിച്ചത്. അപ്പോഴാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് കേന്ദ്ര സർക്കാർ കശാപ്പ് നിരോധിച്ചിട്ടില്ലല്ലോ എന്ന് കോടതി വാക്കാൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതു താൽപര്യ ഹർജി നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതോടുകൂടി ഈ ഹർജിക്കാരൻ ഹർജി പിൻവലിക്കുന്നതായി അറിയിച്ച് പിൻവാങ്ങുകയായിരുന്നു. പക്ഷേ മറ്റു 3 ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. അതിന്മേലുള്ള വാദമാണ് ഇന്ന് നടന്നത്. 3 ആഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിന്റെ വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം വീണ്ടും ഈ കേസ് പരിഗണിക്കും. സാലിം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ കശാപ്പ് നിരോധന നിയന്ത്രണത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒപ്പം സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗം കേരളം വിളിച്ചു ചേർക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കന്നുകാലി കശാപ്പ് നിരോധന വിജ്ഞാപനത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഇത്തരമൊരു വിജ്ഞാപനം ഇറക്കാൻ അധികാരമില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൽ ചട്ടങ്ങൾ കൂട്ടിച്ചേർക്കാൻ അധികാരം സംസ്ഥാനങ്ങൾക്ക് മാത്രമാണെന്നിരിക്കെ കേന്ദ്ര ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിന്റെ മറവിൽ പൗരന്റെ തൊഴിൽ, വ്യാപാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം ഇവയെല്ലാം ഹനിക്കുന്നത് അനുവദനീയമല്ല. കേന്ദ്ര ഉത്തരവിനെ നിയമപരമായി ചോദ്യം ചെയ്യും. നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷം ഏത് കോടതിയെ സമീപിക്കുമെന്ന് തീരുമാനിക്കും. കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കുന്നതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമപരമായി ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളെ ഹനിക്കുന്ന ഒന്നാണിത്. ഇത്തരമൊരു കാര്യത്തിൽ രാജ്യത്തിന്റെ പൊതു അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കേണ്ടതാണ് എന്നും പൊതുവിൽ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ 6552 കോടി രൂപയുടെ മാട്ടിറച്ചി കച്ചവടമാണ് നടക്കുന്നതെന്നും 5 ലക്ഷം ആളുകളുടെ തൊഴിൽ മേഖലയെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനമാണിതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടെ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള രാഷ്ട്രീയ സമരത്തിന്റെ നായക സ്ഥാനത്തേക്ക് കേരളം സ്വയം പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മദ്രാസ് IITയിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയതിന് മലയാളി വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 9 പേർക്കെതിരെ കേസെടുത്തു. ഉത്തരേന്ത്യക്കാരനായ മനീഷ് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കലാപം അഴിച്ചുവിടുക, മർദ്ദനം തടഞ്ഞുവെക്കുക എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളുടെ പരാതിയിൽ മർദ്ദനത്തിനിരയായി ചികിത്സയിലുള്ള മലയാളി വിദ്യാർത്ഥി സൂരജിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇന്നലെയായിരുന്നു മദ്രാസ് IITയിൽ മലയാളി വിദ്യാർത്ഥിക്ക് ബീഫ് ഫെസ്റ്റ് നടത്തിയെന്നാരോപിച്ച് അക്രമി സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റത്. കശാപ്പ് നിരോധനത്തിനെതിരെ ഉറച്ച നിലപാടെടുത്ത കേരള മുഖ്യമന്ത്രിക്ക് കേരളം കടന്നും ജനപിന്തുണ. തമിഴ്നാട്ടിലും കർണാടകയിലും പിണറായിയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നാകെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. നട്ടലുള്ള മുഖ്യമന്ത്രിയെ വേണമെന്ന ട്വീറ്റുകളുടെ പ്രവാഹമാണ് ഇപ്പോൾ. കശാപ്പ് നിരോധനത്തിനെതിരെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ട നിലപാടിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പിന്തുണ ഏറുകയാണ്. ട്വിറ്ററിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും പിണറായിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകൾ തന്നെ ഇതിനുദാഹരണം. അങ്ങയെപ്പോലുള്ള നട്ടെല്ലുറപ്പുള്ള ഒരു മുഖ്യമന്ത്രിയെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർണാടകത്തിൽ നിന്നും ഒരു ട്വീറ്റ്.
ഞങ്ങളുടെ നാട്ടിൽ ഒരു മുഖ്യമന്ത്രിയില്ല, താങ്കൾക്ക് ഞങ്ങളുടെ നാട്ടിലെ അധിക ചുമതല വഹിക്കാമോ എന്ന് ഒരു തമിഴ്നാട്ടുകാരന്റെ ട്വീറ്റ്. പിണറായിയെ പ്രകീർത്തിച്ച് ട്വീറ്റ് ചെയ്തവരിൽ IIT പ്രൊഫസർ മുതൽ സ്കൂൾ വിദ്യാർത്ഥിനി വരെയുണ്ട്. തലൈവനെ താങ്കൾ തമിഴ്നാട്ടിലേക്ക് വരൂ എന്ന് ആവശ്യപ്പെടുന്നുമുണ്ട് ചിലർ. പിണറായി യു ആർ എ റോക്ക് സ്റ്റാർ കോമ്രേഡ് എന്ന് മറ്റൊരു ടെക്കി വാചകം. ഹിന്ദു ഐക്യം വേണമെന്ന് വാദിക്കുന്ന ചില മടയന്മാർ പിണറായിയെ കണ്ടുപഠിക്കുമെന്ന് തമിഴ്നാട്ടിൽ നിന്നുമുണ്ട് മറ്റൊരു ട്വീറ്റ്. ജനങ്ങളുടെ ഭക്ഷണക്രമം നാഗ്പൂരിൽ നിന്ന് നിശ്ചയിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗത്തിലൂടെ സംസ്ഥാനത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചതും പിണറായിയുടെ ജനപിന്തുണ വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കും ജനങ്ങളുടെ അടുക്കളയിലേക്കും വരെ കടന്നുവരുമ്പോൾ ദേശവ്യാപകമായി പ്രതിഷേധമുയർന്നുവരും എന്നതിന് തെളിവാവുകയാണ് പിണറായി അനുകൂല ട്വീറ്റുകൾ. ന്യൂസ് ഡെസ്ക്. പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് രാജസ്ഥാൻ ഹൈക്കോടതി. പശുവിനെ കൊല്ലുന്നവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകാൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ജയ്പൂരിലെ സർക്കാർ പശു പരിപാലന കേന്ദ്രത്തിൽ ഇക്കഴിഞ്ഞ വർഷം 100 കണക്കിന് പശുക്കൾ ചത്തത് പോഷകാഹാരക്കുറവ് കാരണമെന്ന ഹർജിയിൽ വാദം കേൾക്കവെയാണ് നിർണായക നിർദ്ദേശം രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയത്. പശുപരിപാലനം ഗൗരവമായി കാണണമെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ശർമ്മയുടെ ബെഞ്ച് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ഗോവധത്തിന് 3 വർഷം തടവ് എന്നതിനു പകരം ജീവപര്യന്തം ശിക്ഷ നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനായി ഉടൻ നിയമനിർമ്മാണം നടത്തണമെന്നുമാണ് കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പശുപരിപാലന കേന്ദ്രങ്ങൾ 3 മാസത്തിലൊരിക്കൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര നിയമ മന്ത്രാലയം ഉടൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങാനാണ് സാധ്യത. കശാപ്പിനായി കന്നുകാലികളെ നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഴിഞ്ഞം കരാറിലെ ക്രമക്കേടുകളെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ വിഷയവിദഗ്ധരും ഉൾപ്പെട്ട 3-അംഗ സമിതിയാവും അന്വേഷണം നടത്തുക. 6 മാസമാകും കമ്മീഷന്റെ കാലാവധി. വിഴിഞ്ഞം പദ്ധതിയിൽ CAG ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. വിഴിഞ്ഞം കരാറിൽ സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി C&AG ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെയാണ് ഇത് പരിശോധിക്കുന്നതിന് ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. CAG ചൂണ്ടിക്കാണിച്ചത് PPP പദ്ധതികളുടെ കൺസെഷൻ കാലയളവ് സാധാരണ 30 വർഷമാണ്. ഗ്രീൻഫീൽഡ് തുറമുഖം വിഭാവനം ചെയ്യുന്ന കുളച്ചൽ പദ്ധതിയിൽ കൺസെഷൻ കാലാവധി 30 കൊല്ലമായി നിർണയിച്ചിരിക്കുന്നതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി അംഗീകരിക്കാൻ ആവില്ല. കൂടാതെ കൺസെഷൻ കാലാവധി 40 വർഷമാക്കിയെങ്കിലും കരാറുകാരൻ പരമാവധി ധനസഹായം ആവശ്യപ്പെട്ടു. C&AG ചൂണ്ടിക്കാണിച്ച വിമർശനങ്ങൾ പരിശോധിച്ചാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി CN രാമേന്ദ്രൻ നായർ അധ്യക്ഷനായ 3-അംഗ ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചത്. 6 മാസമാവും അന്വേഷണ കാലാവധി. ഒരു ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അധ്യക്ഷനായി റിട്ടയർഡ് IAS ഓഫീസർ K മോഹൻദാസ്, റിട്ടയർഡ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഓഫീസർ PJ മാത്യു ഇവരംഗങ്ങളുമായിട്ടുള്ളതാണ് കമ്മീഷൻ. ടൈമൊരു 6 മാസക്കാലം കൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടേംസ് ഓഫ് റഫറൻസ് പിന്നാലെ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയപാതയോരങ്ങളിലെ പൂട്ടിയ മദ്യശാലകൾ തുറക്കാൻ ഹൈക്കോടതി അനുമതി. കണ്ണൂർ, കുറ്റിപ്പുറം, തിരുവനന്തപുരം, ചേർത്തല പാതകളുടെ ദേശീയപാതാ പദവി 2014 ദേശീയപാത അതോറിറ്റി എടുത്തുകളഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ബാറുകൾ തുറക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. ദേശീയപാത അതോറിറ്റിയുടെ വിജ്ഞാപനവുമായി ബാറുടമകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാറുകളുടെ ലൈസൻസിനായി ബാറുടമകൾ എക്സൈസ് വകുപ്പിനെ സമീപിച്ചു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ദേശീയപാതയോരങ്ങളിൽ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തിരുവനന്തപുരം മുതൽ ചേർത്തല വരെയും കുറ്റിപ്പുറം മുതൽ കണ്ണൂർ വരെയുമുള്ള പ്രധാന പാതകളുടെ ദേശീയപാതാ പദവി ഹൈവേ അതോറിറ്റി എടുത്തുകളഞ്ഞതാണ് ബാറുകൾ തുറക്കാൻ വഴിയൊരുങ്ങിയത്. 2014 ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പ്രസ്തുത വിജ്ഞാപനം ചൂണ്ടിക്കാട്ടി ബാറുടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇക്കാര്യം വിശദമായി പരിശോധിച്ച ഹൈക്കോടതി ബാറുടമകളുടെ വാദം ശരിവെക്കുകയാണുണ്ടായത്. ഹൈക്കോടതി വിധിയുടെ പിൻബലത്തിൽ ബാറുടമകൾ ബാർ ലൈസൻസിനായി എക്സൈസ് വകുപ്പിനെ സമീപിച്ചു കഴിഞ്ഞു. അതത് ജില്ലകളിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരാണ് ലൈസൻസ് അനുവദിക്കേണ്ടത്. കണ്ണൂരിനും തിരുവനന്തപുരത്തിനുമിടയിൽ 40 ബാറുകൾക്ക് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു പ്രവർത്തിക്കാനാകും. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലെ 32 ബാറുകളും ഉടൻ തുറക്കുമെന്നും ബാറുടമകൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
UDF സർക്കാരിന്റെ മദ്യനയം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തെ പൂർണ്ണമായും ഒരു മദ്യാലയമാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കന്നുകാലി കശാപ്പുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായും പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ കേരളത്തെ പൂർണ്ണമായും ഒരു മദ്യാലയമാക്കാനുള്ള നീക്കമാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്നത്. ഇനി മദ്യനയം എന്താകുമെന്ന് ആർക്കും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത നിലയിലാണ് അതിനാവശ്യമായ രംഗസംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കന്നുകാലി കശാപ്പുമായി ബന്ധപ്പെട്ട ഒരു നിയമം കൊണ്ടുവരുന്നതിനെപ്പറ്റി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. ഗവൺമെൻറ് അത്തരമൊരു നിയമവുമായി മുന്നോട്ട് വന്നാൽ പ്രതിപക്ഷം അതുമായി സഹകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ചരിത്ര സംഭവം പറയാം. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ പ്രജകളുടെ ക്ഷേമാന്വേഷണങ്ങൾ തിരക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന് ശേഷമുള്ള രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങനെ രാത്രിയാണ് നടക്കുന്നത്. അപ്പോഴാണ് അങ്ങകലെ ഒരു വീട്ടിൽ നിന്ന് ഒരു വെളിച്ചം കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ വെളിച്ചം അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. വീട്ടിൽ കുശലം പറയുകയാണ്. എന്തോ ഒരു തർക്കം നടക്കുകയാണ്. ഒരു മാതാവും കുഞ്ഞുമാണ് തർക്കിക്കുന്നത്. മാതാവും ആ മാതാവിൻ്റെ പെൺകുട്ടിയുമാണ് തർക്കിക്കുന്നത്. എന്താണ് മാതാവ് പറയുന്നത്? മാതാവ് പറയുന്നത്, മോളെ പാലിൽ വെള്ളം ചേർക്ക്, കാരണം നേരം വെളുത്താൽ ആളുകൾ പാല് വാങ്ങാൻ വരും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാൻ കഴിയില്ല, ഇപ്പോൾ രാത്രി തന്നെ ചെയ്തേക്ക്. അപ്പോൾ ആ കൊച്ചുമോൾ പറയുന്നുണ്ട്, അല്ല ഉമ്മ, മാതാവേ, പാലിൽ വെള്ളം ചേർക്കരുതെന്ന് ഭരണാധികാരി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് മാതാവ് പറയുന്നത്, അതിനെന്താ ഭരണാധികാരി ഇത് കാണുന്നില്ലല്ലോ, നമ്മുടെ വർത്തമാനം ഭരണാധികാരി കേൾക്കുന്നില്ലല്ലോ, നമ്മളങ്ങനെ ചെയ്താൽ ഭരണാധികാരി അത് കാണുന്നില്ലല്ലോ. അപ്പോഴാണ് ആ കൊച്ചുമോൾ പറയുന്നത്, ഇല്ലം യറന ഉമറു വല്ലാഹു യറാന. ഉമർ നമ്മളെ കാണുന്നില്ലെങ്കിലും ജഗന്നിയന്താവായ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തമ്പുരാൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഒരു ബോധമാണ് പരിശുദ്ധ റമദാൻ നമുക്കുണ്ടാക്കി തരേണ്ടുന്ന തഖ്വ, അതല്ലെങ്കിൽ ദൈവഭക്തി എന്ന് പറയുന്നത്. ഈ ഒരു ബോധത്തോടു കൂടി നമ്മൾ വ്രതമനുഷ്ഠിക്കുമ്പോൾ, വ്രതമനുഷ്ഠിക്കുക മാത്രമല്ല, ഈ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. നമുക്കറിയാം, മതരംഗത്ത് ഒരുപാട് പ്രകടനപരത നിലനിൽക്കുന്ന കാലമാണ്. നമ്മുടെ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ പോലും ഒരുപാട് ലോകമാന്യവും അതുപോലെ തന്നെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നോമ്പ് എന്ന് പറയുന്ന ഈ ആരാധനാ കർമ്മം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നത്. എന്തുകൊണ്ട്? ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നറിയുക അള്ളാഹുവിനാണ്, അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനാണ്. അപ്പോൾ ഒരാൾ ഇവിടെ എന്താണ്, നേരത്തെ ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടി പറയാ, അള്ളാഹു കാണുന്നുണ്ട്, ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് തിന്മ ചെയ്യുവാൻ. ആ അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ തിന്മ കാണാൻ മറ്റാരുമില്ല. നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ശക്തി മാത്രം, ജഗന്നിയന്താവായ ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന ശക്തി മാത്രം. ആ ശക്തിയെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് നമ്മൾ പിന്മാറുകയാണ്. ഇതാണ് ആ ബോധം. ഇല്ലം യറന ഉമറു വല്ലാഹു യറാന. ഉമർ നമ്മളെ കാണുന്നില്ലെങ്കിലും, ലോകത്താരും എന്നെ കാണുന്നില്ലെങ്കിലും ഈ തിന്മ ദൈവം തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം. ആ ബോധം ഹൃദയത്തിൽ സ്ഥായിയായി നിലനിർത്തുവാൻ ജഗന്നിയന്താവായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.